കൽബ് OTT റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു വേറൊരു പടത്തിൻ്റെ ഒരു സോങ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഗമൺ മൂന്നാർ ഏരിയ ആയിരുന്നു. അവിടെ റേഞ്ച് കുറച്ച് കുറവാണ്. സോ എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം നോക്കിയപ്പം ഏകദേശം ഒരു 10K 15K ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കൽബ് റിലീസ് ചെയ്യുന്ന 2 days കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് കൊച്ചിയിലെത്തി. അപ്പം തന്നെ നോക്കിയിരുമ്പോൾ ഒരു 150K ഫോളോവേഴ്സ് ഇങ്ങനെ വെറുതെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടി. അപ്പം പിന്നെ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ മൊത്തം കൽബിൻ്റെ റീൽസ്, അതിൻ്റെ സോങ് കട്ട്സ് എല്ലാം. മ്യൂസിക്, കോസ്റ്റ്യൂം, ആർട്ട്, എഡിറ്റർ 3 അവാർഡ് വേറെ കിട്ടിയായിരുന്നു. അന്ന് ഹരൻ സാറായിരുന്നു ജൂറി ചെയർമാൻ. ഹരൻ സാർ പറഞ്ഞു, അപ്പം മ്യൂസിക് പോലൊരു ചിത്രത്തിന് എന്താണ് അവാർഡ് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഹരൻ സാർ പറഞ്ഞു, മൂസ ഒരു മോശം ചിത്രമല്ല, അതിൻ്റെ പിന്നിൽ എഫർട്ടുണ്ട്. ഹരൻ സാർ ആയതുകൊണ്ടാണ് മ്യൂസിക് ഇത് കിട്ടിയത്. കാരണം അങ്ങനെ എത്ര സിനിമകൾ എടുത്തിട്ടുണ്ട്, പഞ്ചാഗ്നിയും നക്ഷത്രങ്ങളും പോലുള്ള സിനിമകളും എടുത്തിട്ടുണ്ട്. ഇതിന്റെ എഫർട്ട് നന്നായിട്ട് അത് ഓൺ ദി സ്പോട്ടിൽ ഒരു സാധനം പോലും മാറ്റില്ല. എന്താണോ സ്ക്രിപ്റ്റ്, ആ സ്ക്രിപ്റ്റ് എൻ്റെ വീട്ടിൽ ഒന്നും ഇരിക്കുന്നുണ്ട്, പ്രിന്റഡ് ഇരിക്കുന്നുണ്ട്. ഒരു ലൈൻ പോലും നമ്മളൊരു കുത്തു കോമ്പോലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സെലിബ്രിറ്റി ഗസ്റ്റ് ആക്ടർ ആക്ടർ എന്നെ മൂവി യെസ് യെസ്. അപ്പൊ ഞാൻ കണ്ടോ പവടി എന്റെ സുഹൃത്താ, എന്റെ വില കണ്ടോ, അതൊക്കെ ഓട്ടിട്ടാണ്. നമ്മളെ പോലെ തന്നെ അവിടെ വലിയ വിപ്ലവം നടക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ മാരി സെൽവരാജ്, പാരഞ്ജിത്ത്, വെട്രിമാരൻ സാറ്, അങ്ങനെ ഒരുപാട് പേര്. നമ്മൾ വിസാറിനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ 2 ദിവസം നമ്മൾ വിറയ്ക്കും. വിസാറിനെ സിനിമ കണ്ടു കഴിഞ്ഞാൽ 2 ദിവസം നമുക്ക് കൈകാല് വിറയ്ക്കാം. അങ്ങനത്തെ ഒരു അത്ര റോയാണ് ആ പടം. ഉണ്ണിയേട്ടൻ, അനീഫ്ക, അമ്പളിച്ചേട്ടന് സുഖമില്ലാതായി. അവർ അങ്ങനെ ഉള്ളതൊന്നും ഒരു പകരക്കാരില്ല. പക്ഷെ അവരില്ലാതെയും സിനിമ മുന്നോട്ട് പോകണം. ഇപ്പം നാളെ ആരും ഇല്ലെങ്കിലും സിനിമ മുന്നോട്ട് പോകും. മൂസയ്ക്ക് ഇവരുണ്ടായിരുന്നവരാണ്. സ്വാഭാവികമായിട്ട് ഇവരുടെ ആബ്സെൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് മെറ്റീരിയൽ ഉണ്ടാക്കുമ്പോൾ ഇവരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ സീൻ ഉണ്ടാക്കുമായിരുന്നു, അങ്ങനെ ഒരു സീൻ അളിയനും കേട്ട് പോട്ടി വെക്കായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പോയിട്ടുണ്ട്. അത് വലിയ നഷ്ടം തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ മാത്രമല്ല റൈറ്റേഴ്സ് ഞങ്ങളുടെ കൂടിയുള്ള ആലോചനയിൽ മൂസയും ഡോഗും ഉണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ചെയ്യാൻ പറ്റും. UK ഓക്കെ. പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി റോണി ചേട്ടൻ, രഞ്ജിത്ത് സജീവ്, സ്വാഗതം. ഈ പേരിൽ തന്നെ ഒരു അട്രാക്ഷൻ ഉണ്ട്, UK ഓക്കെ, യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. അപ്പം അരുണിന്റെ മുന്നത്തെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിലും പേരിൽ തന്നെ ഒരു ഹുക്കിംഗ് ഫാക്ടർ ഉണ്ടാവാറുണ്ട്. കൂടെ ഒരു നർമ്മമൊക്കെ കലർന്നിട്ടുള്ള ഒരു സെറ്റിംഗ് കൂടെ, വളരെ റോ ആയിട്ടുള്ള സെറ്റിംഗ് ആണ്. അത് തന്നെയാണോ UK ഓക്കെയിലേക്ക് വരുമ്പോഴുള്ളത്? എന്താണ് നായകനിൽ തന്നെ റോൺ ദിശ ഒരു നാട്ടുപുറത്ത് നടക്കുന്ന ഒരു കഥ തന്നെയാണ്. പക്ഷെ ആ ക്യാച്ചിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫുൾ ഫോം യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. പിന്നെ നമ്മൾ ചുരുക്കി പറയുമ്പോൾ UK ഓക്കെ എന്നതിന്റെ ഒരു ക്യാച്ചിങ് ഫാക്ടർ ഉണ്ട്. ആ പേരിടാനുള്ള കാരണം അത് പടം കാണുമ്പോൾ അറിയാം. കാരണം അതൊരു പ്രത്യേക ഒരു ഇപ്പോഴത്തെ ഒരു വളരെ സോഷ്യൽ റെലവെന്റ് ആയിട്ട് ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. അതിനെ സംബന്ധിച്ച് ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേര് നമുക്ക് തോന്നിയത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന് ഇടാൻ വേണ്ടി. മുന്നേ വന്ന സിനിമകളൊക്കെ ഡിഫറെന്റ് ജോണേഴ്സിലാണ്. ഇപ്പം ഗൽബാണ് പക്ക ഒരു റൊമാൻറ്റിക് മൂവി ആയിരുന്നു, ഗോളം ഒരു ത്രില്ലർ ആയിരുന്നു, മൈക്ക് വേറെ തന്നെ ഒരു യോണറിൽ വന്നിട്ടുള്ള സിനിമയാണ്. അപ്പം ഈ യോണേഴ്സ് പലതരത്തിലുള്ളത് ടേസ്റ്റ് ചെയ്ത് പോവാന്നുള്ളൊരു ബ്ലെസ്സിങ് കിട്ടിയിട്ടില്ലേ? ഡെഫിനറ്റ്ലി. പിന്നെ ഞാനും സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ അത് കമ്മിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു പുതുമ നോക്കാറുണ്ട്. കാരണം ചെയ്യാത്ത കാര്യം സ്ഥിരം ചെയ്യാതെ ഇരിക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ വർക്ക് ചെയ്താലും ചെയ്തുകൊണ്ടിരുന്ന അത് ഓൾഡായി പോകും. അത് എല്ലാവർക്കും അത് മടക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു പുതുമ തേടിയായിട്ട് ഒരു സ്ക്രിപ്റ്റ് തേടുന്ന ഒരു ആക്ടറാണ് ഞാൻ. അപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നും, ഇത് ചെയ്യാത്തൊരു കഥാപാത്രമാണല്ലോ, ചെയ്യാത്തൊരു റോളാണല്ലോ. അപ്പോഴത്തേക്ക് എനിക്കൊരു ആകാംക്ഷയുണ്ട് അത് അവതരിപ്പിക്കാൻ വേണ്ടി. അതാണ് ഞാൻ തേടുന്നത്. സോ അങ്ങനെ UK ഓക്കെയും വന്നത്. ഇതിലൊരു അച്ഛൻ മകൻ കോമ്പിനേഷൻ ആണ് ഫീൽ ചെയ്യുന്നത്, ടോണി ആൻഡ് റോയ്. നല്ല രസം, പോസ്റ്റേഴ്സിലൊക്കെ നിങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി രസമായിട്ട് തോന്നുന്നുണ്ട്. എങ്ങനെയായിരുന്നു സെറ്റിൽ ചിത്രീകരണത്തിനിടയിലൊക്കെ അച്ഛൻ മകൻ കെമിസ്ട്രി വർക്ക് ചെയ്തെടുത്തത്? ശരിക്കും എനിക്ക് പൂജ ജോൺ ചേട്ടൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ആ സമയത്ത് തന്നെ ജോൺ ചേട്ടനോട് പറഞ്ഞൊരു, കാരണം ഞാൻ ശരിക്കും ദുബായിലാണ് പഠിച്ചു വളർന്നത്. അപ്പോഴത്തേക്ക് പിന്നെ അതെനിക്കൊന്നും അരുൺ ഓൾറെഡി ജോൺ ചേട്ടനോട് പറഞ്ഞു. അപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു, അരുണെ നീ ഒരു 10 ദിവസം പുള്ളീനെ എനിക്ക് വിട്ടുക, ഞാൻ മാറ്റി തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആദ്യം തന്നെ നല്ല വൈബായിരുന്നു ശരിക്കും പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, സീനിലും നമ്മൾ അഭിനയിക്കുന്ന സീൻസിലും പുള്ളി എന്നെ ഒരുപാട് ഗൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എസ്പെഷ്യലി ഇമോഷണൽ സീൻസ് ആയാലും ഡയലോഗ് പറയുന്ന രീതി ആയാലും. ഇത്രയും എന്ന് പറഞ്ഞാൽ ആക്ടർ മാത്രമല്ല, ഭയങ്കര ഡയറക്ടറും കൂടെ ജോൺ ചേട്ടൻ. സോ എസ്പെഷ്യലി അതൊരു ബ്ലെസ്സിംഗ് ആയിട്ട് ഞാൻ കരുതുന്നത്. എൻ്റെ ഒരു 4ാമത്തെ പടത്ത് തന്നെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി.
ബാക്കി ചേട്ടൻ പറഞ്ഞു. അല്ല പിന്നെ രഞ്ജിത്ത് വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. ഈ റോളിൽ എനിക്ക് വളരെ പടം കാണുമ്പോൾ മനസ്സിലാകും കറക്റ്റ് ആപ്റ്റായിട്ട്, അതായത് ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ബോഡി ലാംഗ്വേജും ഒക്കെ വേണ്ട ഒരു സിനിമയാണ്. അത് വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ ഭാഗത്ത് ഒരുപാട് കറക്റ്റാണ് നമ്മൾ ചിന്തിച്ചേക്കുന്ന കറക്റ്റാണ്, അത് 100% ജെന്യുവനാണ്. പക്ഷെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല, ഇനി ഒരു അവസരം കിട്ടാൻ സാധ്യതയുമില്ല. അപ്പോൾ നമ്മളെ നീ ചിന്തിക്കുന്ന ശരിയല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് ചുറ്റുപാടും. അത് വലിയൊരു ദുർഗതിയാണ് മനുഷ്യന്. നമ്മൾ ആരോട് പറയും ഇത്, എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ആരോട് പറയും? അപ്പോൾ സാഹചര്യമല്ല എതിരാണ്. അപ്പോൾ ആ സാഹചര്യത്തിന് അനുകൂലമാകാൻ, ശരി അവരുടെ ഇഷ്ടത്തിന് അനുകൂലമാകാം എന്നും പറഞ്ഞ് നീങ്ങുമ്പോഴും പറ്റുന്നില്ല. പ്രതികൂലമാകുമ്പോൾ അതിലും വേറെ പ്രതികൂലം. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ഒരിക്കലും ചിരിക്കാനൊക്കെയുള്ള അവസരങ്ങൾ വളരെ കുറച്ചാണ് എനിക്ക് സിനിമയിൽ കിട്ടുന്നത്. അത് അപ്പനുമായിട്ടുള്ള ഇഷ്ടത്തിലേക്ക്, അപ്പൻ്റെ സന്തോഷം കാണുമ്പോഴും പുള്ളി സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴുള്ളിൽ ഒരു വിഷമമുണ്ട്, എനിക്ക് അപ്പൻ്റെ സന്തോഷം എത്ര നാളിങ്ങനെ നിലനിർത്താൻ പറ്റും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ സസ്റ്റെയിൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോനെ അങ്ങനെ നമ്മളിപ്പോൾ മലയാളം എന്ന് പറഞ്ഞത് നമ്മുടെ നാടൻ മലയാളം നന്നായി പറയുന്ന ആളാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ചിലർ ഇപ്പോൾ നമ്മളൊരു അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുകൾ എന്ന് പറയില്ലേ, അപ്പോൾ അതിൽ ഭയങ്കര ഡെഡിക്കേഷൻ ഉള്ള ആളാണ്. നമുക്ക് വരും നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരാൾ. ഇത് ഹീറോ ആയതുകൊണ്ട് ഒന്നും സൂചിപ്പിക്കുകയൊന്നുമല്ല, എനിക്ക് വളരെ ഇണങ്ങി ചേർന്ന ഒരു കോമ്പിനേഷൻ തന്നെയായിരുന്നു. എൻ്റെ മകൻ എന്നുള്ള രീതിയിൽ എനിക്ക് സന്തോഷമായിരുന്നു. പിന്നെ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മൾ മാത്രമല്ല അഭിനയിക്കും, ഒരുപാട് അത് മഞ്ജുപിള്ളയുണ്ട്, ഇന്ദ്രൻസേട്ടനുണ്ട്, റോണിയുണ്ട്, മനോജ് കെ ഉണ്ട്, അൽഫോൻസ് പുത്രൻ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് താരങ്ങളൊക്കെ ഉള്ള ഒരു സാരംഗി എന്ന് പറഞ്ഞൊരു പുതിയ കുട്ടിയാണ്, മനോജേട്ടനുണ്ട്. അപ്പൊ അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തരം ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു 2 പേരുടെ കാഴ്ചപ്പാട്, യൂത്തിന്റെ ഉണ്ട്, ഫാമിലിയുടെ ഉണ്ട്. അതായത് പഴഞ്ചൻ കണക്കല്ലേ അല്ലെ പുതിയ ആണോ ഏതാണ് ചിന്ത, നമ്മൾ അത്ഭുതപ്പെടും യൂത്ത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് രസങ്ങളുണ്ട് ഈ സിനിമയ്ക്കകത്ത്. എന്തായാലും ഓഡിയൻസ് ഞാൻ പറയാം അന്തസ്സുള്ള ഒരു സിനിമ തന്നെയായിരിക്കും. ഈ കട്ടപ്പന എന്ന് പറയുന്ന ഒരു ടെറൈൻ കൂടെയാണെന്ന് തോന്നുന്നു അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഈ ഓരോ ടെറൈനനുസരിച്ചും കഥാപാത്രങ്ങളിൽ മാറ്റങ്ങൾ വരുമല്ലോ. അപ്പൊ ഈ കട്ടപ്പനയിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം, പ്രത്യേകിച്ച് നമുക്ക് എപ്പോഴും അത്തരം ഒരു നാടൻ ഫീല് ചേട്ടൻ്റെ ക്യാരക്ടേഴ്സിന് കിട്ടാറുണ്ട്. ഈ UK കഥാപാത്രം, ആ ഒരു ടെറൈൻ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ പറയുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ചേട്ടൻ, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മായിപ്പൻ, ഇവരൊക്കെ ഞാൻ എപ്പോഴും മനസ്സിലാക്കും. ഇപ്പോൾ പാലത്തു ഞാൻ പറഞ്ഞ എൻ്റെ അമ്മായിപ്പനെ തന്നെ ഞാൻ മനസ്സിലാക്കണ്ടേ. ഇതിനകത്ത് എൻ്റെ ചേട്ടനെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അതിന് വളരെ സത്യസന്ധനും വളരെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരായിരിക്കും. പക്ഷെ ഇവരധികം അങ്ങനെ ചിരിക്കുകയോ വലിയ പരിപാടികളൊന്നും, മകൻ്റെ ഒരു സന്തോഷം അവൻ്റെ കൂടെ കൂടുമ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടാവുള്ളൂ, അവരുടെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അല്ലാത്തപ്പോൾ നമുക്ക് തോന്നുന്നു ഒരു മൊശടനാണല്ലോ എന്ന് തോന്നും. പക്ഷെ ഈ മൊശടത്തരത്തിനുള്ളിലും ഒരു സ്നേഹമുള്ള ഒരു മനസ്സുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ജെന്യുവനാണ് എന്ന് തോന്നുന്ന ഒരു പ്രകൃതം ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു ഇതാണ്. എനിക്ക് ഈസി ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. പിന്നെ നല്ല മുഹൂർത്തങ്ങളുണ്ട്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ ഹാപ്പിനെ, മരുണിനെ പോലെ ഒരു സംവിധായകൻ, അരുൺ ഈ പറഞ്ഞ പോലെ നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന, ചോദിച്ചാൽ ഇതാണ് സിറ്റുവേഷൻ, ചോദിച്ചാൽ ചെയ്തു എന്നൊക്കെ പറയുന്നത് നമുക്കൊരു സ്വാതന്ത്ര്യമൊക്കെ തരുന്നു. അപ്പോൾ ഒരു തുടക്കം മുതൽ ഒടുക്കം വരെ എനിക്കൊരു കൃത്യമായ ഒരു ആക്ടിങ് കണ്ടിന്യൂറ്റി ഇതിനെ പിടിക്കാൻ പറ്റുന്നുണ്ട്. ഒരിടത്ത് പോലും ഞാൻ പാളിയിട്ടില്ല എന്നെനിക്ക് തകർത്ത് തോന്നുന്ന ചില പടങ്ങളിൽ പെട്ട ഒരു പടം നമുക്ക് തന്നെ തോന്നുമല്ലോ. ഈ പറഞ്ഞ പോലെ പാൽത്തു ജാൻവറിൽ അതുവരെ നമ്മള് ജോൺ ചേട്ടൻ തമാശകൾ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന വിചാരിച്ചത്. പക്ഷെ പാൽത്തു ജാൻവറിലേക്ക് വരുമ്പോൾ അതിനെല്ലാം ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഒരു പശുവിനോടുള്ള അറ്റാച്ച്മെന്റിൽ പോലും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഇത്രയും ഇമോഷണൽ രംഗങ്ങളിലേക്ക് കൂടെ ഒരു ടെറൈൻ വ്യാപിപ്പിക്കുകയാണല്ലോ, അത് എത്രത്തോളം ഈസി ആയിരുന്നു? എനിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഇമോഷൻ. ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരാളാണ്. ഞാനിപ്പോ പറഞ്ഞു, നമ്മൾ ഈ ആകാശദൂത് ഇപ്പൊ കണ്ടാലും ഞാനിരുന്ന് കരയും. ആ വിഷമം നമ്മൾ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു, എന്നിട്ട് നമ്മളിങ്ങനെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കും, നമ്മൾ കരയുന്നത്. അങ്ങനത്തെ ഒരു സങ്കടം നമ്മൾ പെട്ടെന്ന്, അത് ഒരുപാട് പേരുണ്ട് അങ്ങനെ. അങ്ങനെയുള്ള ദുഷ്ടന്മാരും ഉണ്ട് കേട്ടോ, ചിലർ പെട്ടെന്ന് കരയുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അപ്പം അതൊന്ന്. പിന്നെ എന്നാ പറയണ്ടേ, ഈ പാൽത്തു ജാൻവറിൽ ഇപ്പൊ പശു പരിപാടി അതിൻ്റെ ഒരു ഇതിനകത്ത് മകൻ അങ്ങനെയുള്ള സംഭവം.
അപ്പോൾ എനിക്ക് ഇതിലേക്കൊക്കെ വിളിക്കാൻ കാരണം ഒരു പടം ലവ് എന്നൊരു സിനിമ, ഒറ്റ സീനേ ഉള്ള പടത്തിൽ, അതെ. ഖാലിദ് റഹ്മാന്റെ. പ്രതീക്ഷയുടെ ഫാദറായിട്ട് ഒറ്റ സീനേ ഉള്ളൂ. പക്ഷെ അത് കണ്ടിട്ട് എനിക്ക് തമിഴിൽ നിന്ന് ഒരുപാട് ഡയറക്ടേഴ്സ് തന്നെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മളെ പറഞ്ഞ ഒരു സീൻ മതി. അവിടെ ഹൃദയത്തിലപ്പൻ, അതെ. അതുപോലെ തന്നെ ജോയൻ ജോയിലെ ഫാദർ, പിന്നെ ഓ മൈ ഡാർലിംഗിലെ ഫാദർ, എന്തിന് തോൽവി എഫ്സിയിലെ ഫാദർ, മലയാള സിനിമയുടെ ഫാദർ എന്ന് അല്ലെ ഞാൻ പറയാം. ഇത്രയൊക്കെ പറയേണ്ട കാര്യം. ഇതെല്ലാം ഞാൻ അത് ഇതെല്ലാം എന്നെ കൊണ്ട് ഞാൻ ബോധപൂർവ്വം അല്ലെങ്കിലും ഒരു മാറ്റം എല്ലാത്തിനും തോന്നിയിട്ടുണ്ട്. അതെ. ഇപ്പൊ ഒരു റൈറ്റർ ആയിക്കൂടെ മലയാള സിനിമയില് സജീവമാണ്. അപ്പം അടുത്ത റൈറ്റിംഗ് ഇന്നോവേറ്റീവ്സ് ഉണ്ടോ? പല ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. ഒരു പടമല്ലേ നമ്മൾ എഴുതിയിട്ടുള്ളത്. പക്ഷെ അത് വലിയ ഇമ്പാക്റ്റ് ആയിരുന്നു. അത് ഒരുപാട് വർഷം എടുത്ത് അത്രയും സമയമെടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ നിന്ന് ഔട്ടായി പോകുന്നത്, അഭിനയത്തിൽ നിന്ന് ഔട്ടായി പോകും. എനിക്ക് അങ്ങനെ അഭിനയിക്കാനുള്ള ആ കോവിഡ് സമയമൊക്കെയാണ്ട് ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ടും അത്രയും ഡിസ്കഷനും അത്രയും സമയമൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ഈ റോബി എന്നുള്ള നമ്മുടെ അനുജനാണെന്നുണ്ടെങ്കിൽ പോലും ആ സംവിധായകൻ്റെ ഒരു പിടിവാശി ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും കൃത്യമായിരിക്കണം എന്നുള്ളൊരു പിടിവാശി. ഇപ്പോൾ ജോണിച്ചേട്ടനൊക്കെ ഇപ്പോൾ കംപ്ലീറ്റഡ് ആയുള്ള സ്ക്രിപ്റ്റ്, കംപ്ലീറ്റഡ് അല്ലാത്ത സ്ക്രിപ്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ട് അസോസിയേറ്റ് ഡയറക്ടറായിട്ടും ചീഫ് അസോസിയേറ്റ് ആയിട്ടും ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ജോണിച്ചേട്ടനൊക്കെ അറിയാം ഒരു മുഴുവൻ സ്ക്രിപ്റ്റിൻ്റെ ബലം എന്താണെന്നുള്ളത് അറിയുന്ന സംവിധായകർക്ക് ഇത് മുഴുവനായിട്ട് അവർ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പെർഫെക്ഷനിസ്റ്റാണ് റോബി. അപ്പോൾ ആ ഒരു പെർഫെക്ഷനിസ്റ്റ് ആ ഒരു രീതികൾ നമ്മളിലോട്ടും അത് അടിച്ചേൽപ്പിക്കപ്പെട്ടു. അപ്പോൾ നമ്മളത് പൂർണ്ണമായിട്ട് പലതവണ റീഡിങ്, പല നമ്മുടെ സീൻസ് തന്നെ പലതവണ റീഡ് ചെയ്ത് ഒത്തൊരുമയോട് കൂടി നമ്മളൊരു 5-6 പേര് ഇരുന്നിട്ട് പലതവണ ചെയ്ത് കുത്തും കോമയും എല്ലാ കാര്യങ്ങളും കൃത്യമായിരിക്കുന്നില്ല. അതൊക്കെ നമ്മൾ നമുക്കടുത്തുള്ള അവസാന ഡിസ്കഷൻസിന് മുമ്പ് തന്നെ ഡയലോഗുകൾ ഉൾപ്പെടെ നമ്മൾ പലർക്കും, ഇപ്പം എനിക്ക് അതിനകത്തുള്ള എല്ലാ സംഭാഷണവും മനഃപ്പാടമാണ്, നമ്മൾ പലവണ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും ഒരു എഫേർട്ട് എനിക്ക് ഇനി ഒരു പടത്തിന് ഇടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അപ്പോൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യണം. ഈ സിനിമയിൽ അനിയൻ എന്ന് പറയുന്ന കഥ അത് എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആയി? അത് ഇമ്പാക്റ്റിനേക്കാൾ ഉപരി ഉണ്ടല്ലോ. രഞ്ജിത്ത് ചെയ്യുന്ന ക്യാരക്ടറിന്റെ സുഹൃത്തായ പുള്ളിയുടെ ചേട്ടനാണ് മോസി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്. മോസി ചെയ്യുന്ന കഥാപാത്രത്തിന്റെ വിനുവിന്റെ ചേട്ടനാണ് ഞാൻ, അനുജൻ എന്ന് പറഞ്ഞ അതൊരു അനുജനല്ല അനിയൻ, സോറി അവന്റെ അനുജൻ, ഞാൻ അനിയൻ, സോറി അനിയന്റെ അനിയനാണ് അനിയന്റെ അനുജനാണ് വിനു. അതാണ് മൊത്ത കൺഫ്യൂഷനാണ്. അപ്പോ ആ ഒരു ക്യാരക്ടർ നമ്മൾ ഇവർക്ക് ഇൻസ്പയർഡ് ആവുന്ന ഒരു കഥാപാത്രം പോലെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോൾ കേരളം എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 10-40 വർഷം പുറകോട്ട് എടുക്കുകയാണെങ്കിൽ പോലും ജോണിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അന്നത്തെ 50 വയസ്സുകാരൻ ഇന്നത്തെ 80 വയസ്സുകാരൻ, അല്ലെന്നുണ്ടെങ്കിൽ അന്നത്തെ 40 വയസ്സുകാരൻ ഇന്നത്തെ 70 വയസ്സുകാരൻ. അപ്പം അന്നും നമ്മുടെ മലയാളത്തിലുള്ള കേരളത്തിലുള്ള ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ SSLC കഴിഞ്ഞു, പ്രീ ഡിഗ്രി, ഇപ്പോൾ അത് +2, ഇത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? എഞ്ചിനീയറിംഗ് ആണോ, അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറാണോ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും IT ഫീൽഡാണോ? ഇതല്ലാതെ ഒരു വേറിട്ട വഴിയിൽ സഞ്ചരിക്കുന്ന വ്യക്തികളെ പൊതുവെ നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ ഒരു പേടിയാണ്. അതെന്തിനാ അവനങ്ങനെ ചെയ്യുന്നത്, അവൻ ഇതിൽ പരിപാടിയിലോട്ട് പോകണോ? അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഭയമുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴും മാതാപിതാക്കളുണ്ട്. അപ്പോൾ അവരുടെ പെർസ്പെക്റ്റീവിൽ കഥ പറയുമ്പോൾ തന്നെ അതേ സമയത്ത് മാതാപിതാക്കൾക്ക്, അല്ലെന്നുണ്ടെങ്കിൽ പാരൻസ്, അല്ലെങ്കിൽ സ്വന്തം അപ്പന് അതേപോലെ തന്നെ ഇയാൾ ഇമോഷണൽ അറ്റാച്ച് ആണെന്നുണ്ടെങ്കിൽ പോലും ഇയാളുടേതായ ഒരു വഴി ഇയാൾ പ്രത്യേകം വെട്ടിത്തെളിച്ച് മുമ്പോട്ട് പോകാൻ ഇയാൾക്ക് ഇയാൾക്ക് മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. എന്ന് വെച്ചാൽ ടോണി മറ്റേ രഞ്ജിത്ത് ചെയ്യുന്ന കഥാപാത്രം, പക്ഷെ അത് പോകണോ വേണ്ടേ എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജോൺ ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യൂത്തിൻ്റെതായ കുറേ ഏരിയ നമുക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അതിനോടൊപ്പം തന്നെ കുടുംബ പശ്ചാത്തലവും അതിൻ്റെ കുടുംബ ബന്ധങ്ങൾക്കും വളരെയധികം വില കൽപ്പിച്ച്, എന്നാൽ സാമൂഹികമായിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന വളരെ ഇപ്പോഴും നമ്മൾ ഈ കുടിയേറ്റം അല്ലെന്നുണ്ടെങ്കിൽ വേറെ കുറേ രാജ്യങ്ങളിലോട്ട് പോകുന്ന കുടിയേറ്റത്തിനെതിരേക്കുള്ള വളരെ സാമൂഹിക പ്രസക്തിയുള്ള ഒരു സിനിമ തന്നെയാണ്. ഇതില് ഈ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ എപ്പോഴും ഇദ്ദേഹത്തിൽ നിന്നാണ് എന്ത് സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നത്. അതായത് റോണിയുടെ കുടുംബജീവിതവും പശ്ചാത്തലവും കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഇതാകുന്ന ശരിക്കും അതിനൊരു അവിടെ അതാണ് മാറ്റം. അതൊരു വലിയ ഒരാളെ കൊണ്ട് തോന്നിപ്പിക്കുക എന്ന് പറയുമല്ലോ. ഈ ഖൽബ് എന്ന് പറയുന്ന സിനിമ വലിയ വിസിബിലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഒരു OTT-യിൽ വന്നതിന് ശേഷം പലതരത്തിൽ അതിനെ റിസീവ് ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ പോലും അതിലെ കാൽപ്പോ എന്ന് പറയുന്ന കഥാപാത്രത്തിനോട് ഒരു ഹ്യൂജ് ഫാൻ ഫോളോയിങ് അതിന് വന്നിട്ടുണ്ടായിരുന്നു. ഖൽബ് തന്നിട്ടുള്ള ഒരു ഫീലിംഗ് ആഫ്റ്റർ റിലീസ്, അതും പ്രത്യേകിച്ചും OTT റിലീസ് ആയിട്ട് ശരിക്കും അത് വളരെ ആയിട്ട് അത് കത്തിക്കേറിയത്. കാരണം ആമസോൺ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ആ സമയത്ത് ഖൽബ് OTT റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ വേറൊരു പടത്തിന്റെ ഒരു സോങ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അവിടെ വട്ടവട മൂന്നാർ, വട്ടവട അല്ല സോറി, വാഗമൺ മൂന്നാർ ഏരിയ ആയിരുന്നു. അവിടെ റേഞ്ച് കുറച്ച് കുറവാണ്. സോ എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം നോക്കിയപ്പം ഏകദേശം ഒരു 10K 15K ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കൽബ് റിലീസ് ചെയ്യുന്ന 2 days കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് കൊച്ചിയിലെത്തി. അപ്പം തന്നെ നോക്കിയിരുമ്പോൾ ഒരു 150K ഫോളോവേഴ്സ് ഇങ്ങനെ വെറുതെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടി അപ്പായി. പിന്നെ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ മൊത്തം കൽബിൻ്റെ റീൽസ്, അതിൻ്റെ സോങ് കട്ട്സ് എല്ലാം. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മുടെ ഫുൾ കൽ ടീമിന് ഇങ്ങനത്തെ ഒരു പടത്തിനൊരു സ്പേസ് ഉണ്ട്. പക്ഷേ അത് എന്തോ ഒരു കാരണവശാൽ അത് തിയേറ്ററിൽ അത് കിട്ടാൻ പറ്റില്ല. അത് ഒരുപാട് സാഹചര്യം കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മാർക്കറ്റിംഗ് ആയിരിക്കാം, അതോ ചിലപ്പോൾ നമ്മൾ റിലീസ് ചെയ്ത ആ സീസൺ ആയിരിക്കാം. പക്ഷേ നമുക്കെല്ലാവർക്കും വിശ്വാസം ഉണ്ടാകുന്നത് ഇങ്ങനത്തെ ഒരു പടം ഇതിനൊരു സ്പേസ് ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ OTT-യിലായിരിക്കാം. സോ OTT-യിൽ അത് വന്നപ്പം അതിൻ്റെ ഒരു 10 ഇരട്ടി സ്നേഹം കിട്ടി. സോ സന്തോഷം മാത്രമേ ഉള്ളൂ. അത് കാരണം ഈ ഇതിലെ റിസീവ് ചെയ്യുന്നതും പല രീതിയിലാണല്ലോ. അപ്പൊ ഒരു വിഭാഗം ആളുകൾ അതിനെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുമുണ്ട്, അതേസമയം വലിയൊരു വിഭാഗം അതിനെ ഏറ്റെടുത്തിട്ടുമുണ്ട്. ഈ ഇത്തരം വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഓഡിയൻസ് അല്ലേ നമുക്ക് ഇപ്പൊ ഉള്ളത്. അത് തന്നിട്ടുള്ള ഒരു റെസ്പോൺസ് ഈ രണ്ട് പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടും. ഇപ്പം ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ലവ് എന്ന് പറഞ്ഞ സബ്ജക്ട് വെച്ച് ഒരു കഥ പറയുമ്പോൾ അത് ഭയങ്കര സബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂ. കാരണം ഒരാളുടെ പ്രേമ അനുഭവം ആയിരിക്കത്തില്ല വേറെ ഒരാളുടെ. സോ ചിലപ്പം ഒരാൾക്ക് നന്നായി റെസനേറ്റ് ചെയ്യാൻ പറ്റും ഈ കഥയിലൊരു ക്യാരക്ടേഴ്സ്, ചിലപ്പോൾ മറ്റേ ആൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അത് നമ്മുടെ കയ്യിലല്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മെജോറിറ്റി ഓഫ് ദി ആൾക്കാരെ സ്വീകരിച്ചു. അതാണ് ഞാൻ നോക്കാറുള്ളത്. കാരണം ഇപ്പം നമ്മൾ നല്ലൊരു ഗംഭീര പടം ചെയ്താൽ എല്ലാത്തിനും അതിൻ്റെ നെഗറ്റീവ്സ് ഉണ്ടായിരിക്കും. എല്ലാവരും 100% പോസിറ്റീവ്സ് ഒരു ഗ്യാരണ്ടി ഇല്ല. കാരണം എല്ലാവർക്കും ആ ജോണർ ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാവർക്കും ആ സെയിം രീതിയിലുള്ള കഥ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ മെജോറിറ്റി നോക്കുമ്പോൾ കൽബിന് ഒരു ഓവറോൾ പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അതാണ് ഞാൻ നോക്കാറ് ശരിക്കും. അതൊരു ആക്ടറായിട്ട് എന്നെ പുഷ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ എല്ലാ പടങ്ങളും എടുത്താലും ഗോളമായാലും എല്ലാ പടങ്ങളും എടുത്താലും അതിന് പോസിറ്റീവ്സ് ഉണ്ടായിരിക്കും, നെഗറ്റീവ്സ് ഉണ്ടായിരിക്കും. പക്ഷേ ആ പോസിറ്റീവ്സ് ആ നെഗറ്റീവിനെ മറികടന്ന് ഉയരുന്നുണ്ടോ അതാണ് ഞാൻ നോക്കാറ്. സോ അങ്ങനെയാ. ജോൺ ചേട്ടൻ മുന്നേ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു CID മ്യൂസിക് അവാർഡ് കിട്ടിയ അനുഭവം. അന്ന് വരെ നമ്മൾ ഒരുപക്ഷെ തമാശകളുള്ള നർമ്മപ്രധാനമുള്ള സിനിമകൾക്ക് അവാർഡ് കൊടുക്കുക എന്ന് പറയുന്നതിനെ ഇങ്ങനെ അവാർഡൊക്കെ കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അവിടെ നിന്നാണ് അല്ല ആ സിനിമയ്ക്ക് പോലും അതിനൊരു എഫേർട്ട് വരുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം വന്നത്. അതിനുശേഷം തമാശയാണെങ്കിൽ പോലും അതൊരു യോണറായിട്ട് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. നിരൂപകരാണെങ്കിലും അതിനെ കൂടുതലായിട്ട് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞൊരു വർഷം മലയാള സിനിമയിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആവേശം പോലെയുള്ള സിനിമകൾ അല്ലെങ്കിൽ രോമാഞ്ചം പോലെയുള്ള ഇത്തരം സിനിമകളിൽ നർമ്മമാണ് ത്രൂ ഔട്ട് ഉള്ളത്. പക്ഷെ നമ്മളതിനെ ക്രിട്ടിക്കലി പോലും അംഗീകരിച്ചു തുടങ്ങുന്നുണ്ട്. ഈ തമാശ ചിത്രങ്ങൾക്ക് ഒരു വേറിട്ടുള്ള പ്രതികരണങ്ങളാണോ നമ്മുടെ നാട്ടിൽ കിട്ടിക്കൊണ്ടിരുന്നത്? അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ തമാശ വളിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമായിരുന്നു. അതിനൊരു പരിധി വരെ അതിനൊരു വേറൊരു രീതി കൊണ്ടുവന്ന ഹരിഹരൻ സാറിൻ്റെ പണ്ടത്തെ സിനിമകൾ, പൂച്ച സന്യാസി പോലുള്ള സിനിമകൾ പുള്ളി ഹ്യൂമർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് പ്രിയൻ സാർ വന്നു, അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ പരിപാടി. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇവിടെ വേറൊരു കോമ്പിനേഷൻ ഉണ്ടായി, സത്യനന്ദിക്കാട് ശ്രീനിവാസൻ. സത്യൻ സാറും ശ്രീനിയേട്ടനും കോമ്പിനേഷനിൽ നല്ല സറ്റയറായിട്ടുള്ള വിമർശനമുള്ള രസമുള്ള നാട്ടുമ്പുറം പരിപാടികളിൽ ഗംഭീര ഹ്യൂമർ വന്നു. അപ്പം മുതലേ ഹ്യൂമറിന് അവരാണ് എനിക്ക് തോന്നുന്നത് ഹ്യൂമറിന് വേറൊരു തലം കൊണ്ടുവന്നു. ഇപ്പം മകനായ സംവിധായകൻ ജോർജ് സാറിന്റെ പഞ്ചവടിപ്പാലം, അതിൽ ഹ്യൂമർ എന്തുമാത്രം ഹ്യൂമറുണ്ട്. ഇപ്പൊ ഒരിടത്തെന്ന് പറഞ്ഞ സിനിമയിൽ ഹ്യൂമറില്ലേ, പിന്നെ ഒരിടത്തൊരു ഫയൽവാന ഹ്യൂമറില്ലേ, അപ്പം നമ്മുടെ കള്ളംപവിത്രന് ഹ്യൂമറില്ലേ. അപ്പം അതിലെല്ലാം ഹ്യൂമറുണ്ട്. അപ്പം തമാശ പറഞ്ഞ ഫുൾ ലെങ്ത് തമാശയും അതിൻ്റെ ഒരു ഇത് വരുമ്പോഴാണ് മൊത്തത്തിൽ ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാലം വരെ സിനിമകൾ ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഉണ്ടായിരുന്നു, ഈ ഒറ്റപ്പാലത്ത് ഷൂട്ട് ചെയ്യുക, ബലിയിടയില്ല, വള്ളൂരാണ് സ്ലാങ് പറയുക, അങ്ങനത്തെ ഒരു പരിപാടിയും കുറച്ച് ലാഗും ഒക്കെ ഉണ്ടെങ്കിൽ അവാർഡ് എങ്ങനെ കൊടുക്കാതിരിക്കുമെന്നൊക്കെയുള്ളൊരു അത് ടോട്ടലി മാറി. ഇപ്പം എല്ലാ സിനിമകളും ഹോളിവുഡിലെ പോലെ പടത്തിൻ്റെ മെറിറ്റാണ് നോക്കുന്നത്, അതെങ്ങനെ എടുത്തിരിക്കുന്നു, അതെന്ത് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പം ഇവർ ചെയ്ത പടം കണ്ണൂർ സ്ക്വാഡ്, ആ സിനിമ കാണുമ്പോൾ എന്ത് മനോഹരമായിട്ടാണ് ഒരു പോലീസ് ഒരു സംഘം ഇവിടുന്ന് പോയി ഇത്രയും കഷ്ടപ്പെട്ട് അതിൻ്റെ ഒരു സ്ട്രഗിൾ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സേനയോട് നമുക്കൊരു ബഹുമാനം തോന്നും. മൊത്തത്തിൽ ഇതേം ഇവരൊക്കെ ഇത്രയും പാടുപെടുന്നുണ്ടല്ലോ എന്ന് തോന്നും. അപ്പോൾ ആ എഫർട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ആദരിക്കപ്പെടേണ്ട. അത് അവാർഡിന് വല്ല ഇത് പരിഗണിച്ചായിരുന്നോ? അത് വന്നോ? അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് മൂസ ചെയ്തപ്പോൾ ഏഷ്യാനെറ്റിന്റെ മറ്റേ നവാഗതനുള്ള കിട്ടി. പക്ഷെ മൂസയ്ക്ക് കോസ്റ്റ്യൂം, ആർട്ട്, എഡിറ്റർ
3 അവാർഡ് വേറെ കിട്ടിയായിരുന്നു. അന്ന് ഹരൻ സാറായിരുന്നു ജൂറി ചെയർമാൻ. ഹരൻ സാർ പറഞ്ഞു, അപ്പം മൂസയ്ക്ക് പോലൊരു ചിത്രത്തിന് എന്താണ് അവാർഡ് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഹരൻ സാറ് പറഞ്ഞു, മൂസ ഒരു മോശം ചിത്രമല്ല, അതിൻ്റെ പിന്നിലൊരു എഫർട്ടുണ്ട്. ഹരൻ സാർ ആയതുകൊണ്ടാണ് മൂസയ്ക്ക് ഇത് കിട്ടിയത്. കാരണം അങ്ങനെ അത്തരം സിനിമകൾ എടുത്തിട്ടുണ്ട്. പഞ്ചാഗ്നിയും നക്ഷത്രങ്ങളും പോലുള്ള സിനിമകളും പഴശ്ശിരാജ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എഫർട്ട് നന്നായിട്ടറിയാം. അതായത് പഴശ്ശിരാജ എടുക്കും, നക്ഷത്രങ്ങളും എടുക്കും. അപ്പോൾ ആ സംവിധാനം ആയതുകൊണ്ടാണ് മൂസയ്ക്ക് അത്രയും ആദരവ് കിട്ടിയത്. സ്ലാപ്സ്റ്റിക് ഉണ്ട് കുറേ കഷ്ടപ്പാടാണ് സിനിമ. ആ കഷ്ടപ്പാട് പുള്ളിക്കറിയാം. പൂച്ചത്തിനാഥ് എന്ന് പറഞ്ഞ പടത്തിൽ പുള്ളി സ്ലാപ്സ്റ്റിക് അന്നത്തെ കാലത്ത് രസമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ബഹദൂർ സാറും രാജ്കുമാറും ഒക്കെ അഭിനയിച്ച പടം അങ്ങനെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ സിനിമയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഓരോ നമ്മൾ ഇപ്പോൾ ചിലർക്ക് ചിലത് കണ്ടാൽ അയ്യോ അതിൻ്റെ, ചിലർക്ക് അങ്ങനെ അതിനോട് സമീപിച്ചിട്ടില്ലാത്തവരായിരിക്കും ചിലപ്പം അങ്ങനെ ഒരു സ്ഥാനത്ത് വരുന്നെങ്കിൽ അതിന് ചിലപ്പം കിട്ടണമെന്നില്ല. പിന്നെ എനിക്കൊന്നും എന്തു കണ്ട് വിലയിരുത്തിയിട്ടൊരു അഭിപ്രായമോ അംഗീകാരമോ കൊടുക്കുന്നതാണ് നല്ലത്. ആദ്യമേ തന്നെ കാണാൻ പോലും മനസ്സ് കൂട്ടാക്കാതെ അത് കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ അത് കുഴപ്പം. മുൻവിധികൾ പാടില്ല. ഇപ്പൊ കുറച്ചുകൂടെ അതൊക്കെ ബ്രേക്ക് ആകുന്നില്ലേ? പുതിയ കാലത്തെ സിനിമകൾ വരുന്ന സമയത്ത് എല്ലാതരം ഓണേഴ്സും പരീക്ഷിക്കാൻ മേക്കേഴ്സും അത് സ്വീകരിക്കാനുള്ള ഒരു പ്രേക്ഷകരും ഇവിടെ ഉണ്ടാവുന്നു. തീർച്ചയായിട്ടും അതിന് വലിയ പങ്ക് ഈ OTT ഉണ്ട്. എന്നാ അറിയാം, മൊത്തം സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുക, ഓൾ ലാംഗ്വേജിലുള്ള പല പല ജോണിലുള്ള പടങ്ങൾ കണ്ട് എൻ്റെ മക്കളൊക്കെ പിന്നെ കൊറിയൻ പടം കാണുന്നു. മൊത്തത്തിൽ അവർക്ക് ഏതെങ്കിലും പടം സീൻ കണ്ടാൽ ഇത് മറ്റേ പടത്തിൽ വന്നാന്ന് ഒരു എന്ന് പറയും. അപ്പൊ അവള് ഈ പറഞ്ഞ നമ്മളൊക്കെ എന്തെങ്കിലും പറയുമ്പോ പിള്ളേർക്ക് തന്നെ ഇയാൾക്കൊന്നും ഇതുവരെ ഇയാളൊക്കെ എവിടുത്തെ നടന്ന എവിടുത്തെ സംവിധായകനാന്നുള്ളൊരു റിയാക്ഷൻ തരുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവരൊക്കെ ഇവരെ നമ്മളെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ അതുപോലെ വലിയ പൊട്ടത്തരം പറയുമ്പോ അപ്പ അങ്ങനല്ലപ്പ ഇങ്ങനെയാണപ്പ എന്ന് പറയും. കാരണം ഇയാൾ നാട്ടുകാരുടെ മുന്നിൽ പോയി ഇത് പറയുന്നതല്ലോ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഞാൻ പറഞ്ഞത് സിനിമ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. OTT വന്നത് വലിയ അനുഗ്രഹമാണ്. ഇപ്പൊ നമുക്ക് തന്നെ എത്രയോ പടം മിസ്സാകുന്ന എല്ലാം കാണാൻ പറ്റും. ഞാനിപ്പോ ഡെയിലി ഒരു പടം വെച്ച് കാണും. ഇപ്പോഴും സ്ഥിരമായിട്ട് സിനിമകൾ കണ്ടു തന്നെയാണ് പോകുന്നത്. ഇത് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റുമ്പോൾ ഞാൻ പറഞ്ഞു തമിഴിലൊക്കെ ചില വിട്ടുപോയ പടങ്ങൾ കുറെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ വാഴ എന്നൊക്കെ പറഞ്ഞ പടം ഞാനിപ്പോഴാണ്. പിന്നെ അതുപോലെ നമ്മുടെ നാനിയുടെ 2-3 പടം ഇപ്പോഴാണ് കണ്ടത്. നാനി ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ളൊരു പടം. അതുപോലെ തന്നെ നാനി മറ്റേ ശനിയാഴ്ച 5 മണി വരെ കൊല്ലുള്ളൂല ഇടിക്കുള്ളത് പറഞ്ഞു അതെല്ലാം ഉഗ്ര പടം. അതിനകത്ത് SJ സൂര്യ എന്തൊരു പെർഫോമൻസാ. ഈയിടെ ഞാൻ പടം കണ്ടു, നമ്മുടെ ശശികുമാർ സാറിന്റെ ഇറങ്ങിയ പടം. അപ്പം നമുക്ക് യുണൈറ്റഡ് കിങ്ഡം അതും രസമുള്ള പടം. ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ക്രീൻ പ്ലേ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ സംവിധാനം ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് റെഫർ ചെയ്യാൻ ഒരുപാട് സിനിമകൾ ഈ പറഞ്ഞതുപോലെ ഉണ്ടാവും. നമ്മൾ ഇന്റർനാഷണൽ സിനിമകൾ കാണുന്നുണ്ട്, അവിടെ നിന്നുള്ള റെഫറൻസ് നമുക്ക് കിട്ടും. പക്ഷെ ഇപ്പൊ ഇവിടെ നാട്ടിൽ നിന്ന് ചെന്നൈയിൽ പോയിട്ട് സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എക്സ്പോഷർ കുറവായിരിക്കില്ലേ? ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു സിനിമയുടെ മേക്കിംഗ് ഒക്കെ പഠിച്ചെടുക്കുന്നത്? ഇന്നിപ്പോ നമുക്ക് കുറച്ചുകൂടെ യൂട്യൂബ് വഴി പോലും ട്യൂട്ടോറിയൽസ് കിട്ടുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ആ ലേണിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മളവിടെ ചെല്ലുന്നു, ചാൻസ് ചോദിച്ച് നടക്കുന്നു, ഒരു ഡയറക്ടറുടെ വർക്ക് കിട്ടുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ നമ്മൾ ചിലപ്പോൾ അന്നത്തെ കാലത്ത് ഇതുപോലത്തെ ദിവസമൊന്നും എടുക്കില്ല. 18-25 ദിവസം കൊണ്ടൊക്കെ ഒരു സിനിമ തരും. അപ്പോൾ ഞാൻ തുളസിദാസ് സാറിനോടായിരുന്നു ചേർന്നത്. 1 വർഷം 4 പടമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ പോസ്റ്റ് പ്രൊഡക്ഷൻ മദ്രാസിലായിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പടങ്ങൾ ചെയ്ത് പോകുന്നു. അത് കഴിഞ്ഞ് അസോസിയേറ്റ് ആയിട്ട് പല ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുന്നു. പ്രാക്ടിക്കലായിട്ട് കിട്ടുന്ന എക്സ്പീരിയൻസാണ്. ഈ സൗകര്യങ്ങൾ കൂടുമ്പോൾ അതിനനുസരിച്ച് ദുർവ്യയം കൂടുന്ന ഒരവസ്ഥയുണ്ട്. നമ്മൾ ഈ സൗകര്യങ്ങൾ ശരിക്കും പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ആവശ്യത്തിനുള്ള ഷോട്ട്സ് എടുക്കുക എന്നൊക്കെയുള്ളൊരു ഇത്. കാരണം ഫിലിമാണ്. ഇന്നിപ്പോൾ ഡിജിറ്റൽ വന്നതോടുകൂടി 360 എടുക്കുകയാണ്. മെറിറ്റ് ഉണ്ടാവാം, ഭയങ്കര ഭംഗിയൊക്കെ വരുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു അധ്വാനം കൂടുതലാണ്, സമയം കൂടുതലാവും. അതേസമയത്ത് ഇപ്പോഴും പ്രിയൻ സാറൊക്കെ എടുക്കുന്നത് എന്ത് ഭംഗിയായിട്ട് എടുക്കുന്നത്, ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇങ്ങനെ എടുക്കുന്നത് തെറ്റല്ല, നമ്മൾ ഏത് രീതിയിൽ നിന്ന് കൊടുക്കുക. കാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഏത് ഫിലിം മേക്കർക്ക് എങ്ങനെയും മേക്ക് ചെയ്യാം. 360-ലും ഞാൻ അഭിനയിക്കും, കറക്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സിനിമയിലും അഭിനയിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ചോറ ജോണി ചേട്ടൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ള അന്നത്തെ ഇന്നത്തെയും കാലഘട്ടത്തിലുള്ള വലിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇന്നിപ്പം നമുക്ക് ഒരു സീക്വൻസ് ഫുള്ള് നമുക്ക് എഡിറ്റ് ചെയ്ത് ഏകദേശം റഫ് എഡിറ്റും കാണാൻ പറ്റും സ്പോട്ടിൽ. ഇവർ ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ കാണുക, മനസ്സിൽ കാണുന്നത് മാത്രമല്ല, ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ IPS കൂടെ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറമാന് മാത്രമേ ഫോക്കസും കാര്യങ്ങളും ജഡ്ജിയുള്ളൂ. പിന്നെ അതിന്റെ റഫ് ഒന്ന് ആലോചിക്കുക, എന്തോ റിസ്ക് അസിഡന്റായിരുന്ന കാലത്തൊക്കെ നമ്മൾ കണ്ടിന്യൂറ്റി നോക്കുമല്ലോ. എന്നിട്ട് ഞാനിവിടെ നിന്ന് നേരെ റഷ് കാണാൻ വേണ്ടി എഡിറ്റിങ്ങിന് മദ്രാസിലോട്ട് പോകുമ്പോൾ നേരെ ഞാൻ ഫാത്തിമ ചർച്ചിലോട്ടാണ് പോകുന്നത്.
എന്നിട്ട് മാതാവെ കണ്ടിന്യൂറ്റി ഒന്നും അടിച്ചേക്കരുത്. കാരണം എഡിറ്ററുടെ വായിരിക്കുന്ന കേൾക്കണം, ഡയറക്ടറുടെ വായിരിക്കുന്ന കേൾക്കണം. ഏതാ ഇവിടെ നോക്കി നിൽക്കുകയായിരുന്നു പറഞ്ഞിട്ടേ. അപ്പം കാര്യം നമുക്ക് ഒരു സ്റ്റില്ല് പോലും കിട്ടുക, സ്റ്റില്ലൊക്കെ ആണെങ്കിലും കഴുകി വരണം. ഒന്നും ഒരു സാധ്യതയില്ല. നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ചില കളറൊന്നും ചിലത് കളർ നമുക്ക് പിടികിട്ടില്ല. അപ്പം നമുക്ക് ഈ കളർ ഏതാണ് ഒരു പിടിയില്ല. അവസാനം നമ്മൾ ചിലപ്പോൾ എഴുതും മൈ മുണ്ട് കര, എന്റെ മുണ്ടിന്റെ കരയെന്ന് അതൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊരു എന്നാ പറയണ്ട, ഒരു അന്നത്തെ കാലത്തൊരു ഈ ട്രാക്ക് പോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ ഫൈനലൊരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് ഫൈനൽ, അതായത് പിക്ചറും പോസ്റ്റിംഗ് കൂടെ രണ്ടിതാക്കിയിട്ട് നേരെ ലാബിലോട്ട് കൊടുത്തിട്ട് അവിടെ നിന്നാണ് പിന്നെ പ്രിന്റ് അടിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് റൂമിൽ നിന്ന് ഒരു ഫർലോങ് ഉണ്ട് ഈ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോട്ട്. ഈ അസിസ്റ്റൻ്റായിട്ട് നമ്മൾ തേർഡ് അസിസ്റ്റൻ്റൊക്കെയാണ്. ഒരു രാജ്യം കേടൊക്കെ സന്തോഷത്തോടെ ഒരു ആ റൂമിലോട്ട് നടന്നു വന്നിട്ട് ഏതാ കമ്പനി കൊടുത്താണ് 3 പേരൊക്കെ പറ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സ്കൂളിൽ പഠിച്ച ആനുവൽ ഡേയുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥ പണിയെടുത്ത് പിന്നെ അവസാനം അത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പുതിയ സിനിമകൾ ഇപ്പം ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ പോലും നമുക്ക് ഒരുപാട് റിസോഴ്സസ് കിട്ടുന്നുണ്ടല്ലോ. അത് ഒരു ആസ് എ റൈറ്റർ, ആസ് എൻ ആക്ടർ, രണ്ട് രീതിയിലും എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് റെഫറൻസുകൾ? ഭയങ്കര ഗുണകരമാണ്. നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ അഭിനയത്തിലായിക്കോട്ടെ, നമ്മൾ സ്ക്രീൻ പ്ലേയിലായിക്കോട്ടെ, നമ്മൾ റെഫറൻസ് പടങ്ങളുണ്ടല്ലോ. ഇപ്പൊ കൈദി എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് ലോകേഷ് കനകരാജ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം വെച്ചാൽ അതിന്റെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു രാത്രി നടക്കുന്ന സംഭവമാണ്. നമ്മൾ ഒറ്റ ഇതിൽ പറയാന്നുണ്ടെങ്കിൽ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഒരു ഡ്രഗ് ബസ്റ്റ് നടത്തിയിരിക്കുന്നു. ആ ഡ്രഗ് ബസ്റ്റ് എന്ന് വെച്ചാൽ ആ ഡ്രഗ് ബസ്റ്റ് നടത്തി 5 പോലീസുകാരെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റാതോ ലോകത്തിലുള്ള ഇന്ന ആൾക്കാരെ അൻപ് എന്ന് പറഞ്ഞ വ്യക്തി, അൻപ് അടക്കളം, അൻപ് തീരുമാനിക്കുന്നു. അപ്പോൾ പോലീസുകാർ ഒരു പാർട്ടി നടത്തുന്നു. ആ പാർട്ടിയുടെ അടുത്ത് എല്ലാവരും ഡ്രഗ് ചെയ്തിട്ട് പോലീസുകാരെല്ലാം കൂടി തന്നെ അതിനകത്ത് ഇതൊന്നും ബന്ധമില്ലാത്ത ഒരു വ്യക്തി വഴിയിൽ നിന്ന് അയാളുടെ മറ്റെന്താ പറയുക ജയിലിൽ അയാൾ കുട്ടിയെ കാണാൻ വേണ്ടി പോകുന്ന ജയിൽ ജീവിതം കഴിഞ്ഞ് കുട്ടിയെ കാണാൻ പോകുന്ന ഒരു വ്യക്തി അൺഫോർച്ചുനേറ്റ്ലി അയാൾ ഡ്രൈവർ ആവുന്നു. ഇതാണ് സംഭവം ഒറ്റ രാത്രി. അപ്പൊ പുള്ളി അതിന്റെ റെഫറൻസ് ആയിട്ട് പുള്ളി പറഞ്ഞ ഡൈ ഹാർഡ് സീരീസ് ആണ്. ബ്രൂസ് വില്ലീസിന്റെ ഡൈ ഹാർഡ് സീരീസ് ആണ് പുള്ളി റെഫറൻസ് ആയിട്ട് പുള്ളി സെന്റർ ഒരു സ്ട്രക്ചറിങ്. അതുപോലെ തന്നെ നമുക്ക് അതുപോലെ തന്നെ പല ഇത് ഡൈ ഹാർഡ് നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അണ്ടർ സീജ് എന്നുള്ള മൂവി വന്നിട്ടുണ്ട്. പല പല പടങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു പരിധിയിൽ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര റെഫറൻസ് ആയിട്ട് നമ്മുടെ എഡിറ്റിലും അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എഡിറ്റിങ്ങിൽ ഭയങ്കരമായിട്ട് ഒരു മാസ്റ്ററായിട്ട് ഞാൻ കാണുന്ന വാൻറ്റേജ് പോയിന്റ്. നമ്മുടെ ട്രാഫിക്കിൻ്റെ ഒക്കെ വേറെ പെർസ്പെക്റ്റീവാണ്. US പ്രസിഡന്റ് അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ അതിനകത്ത് ആ US പ്രസിഡന്റ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റേജിലല്ലാതെ ഒരു 5 പേരുടെ കഥ. കൊല്ലാൻ വന്നവൻ, അവനെ ഷൂട്ട് ചെയ്യുന്നവൻ, അവൻ ഇഷ്ടമുള്ള പെണ്ണ്, അങ്ങനെ പല തോതിൽ പല രീതിക്ക് സംസാരിക്കും. ഇതൊന്നും അല്ലാതെ വേറൊരു പെൺകുട്ടി ഓടുന്നു, ആ പെൺകുട്ടി രക്ഷപ്പെടുത്താൻ പോകുന്ന വേറൊരു വ്യക്തി. അപ്പോൾ ഈ ജോണി ചേട്ടൻ പറഞ്ഞ തന്നെ പിന്നെ പെർഫോമൻസ് കൊണ്ടിട്ട് നമുക്ക് മറ്റേ ഈ അന്നൊക്കെ ഇവരുടെ വീഡിയോ കാസറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൈ തുമ്പിലല്ലേ, വിരൽ തുമ്പി നിൽക്കുകയല്ലേ എല്ലാം നമുക്ക്. പിന്നെ ഈ ജോണി ചേട്ടൻ പറഞ്ഞത് തന്നെ ഈ സിനിമകൾ കാണുന്നതിനുള്ള ഏറ്റവും വലിയ നമ്മളെപ്പോലെ തന്നെ അവിടെ വലിയ വിപ്ലവം നടക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ മാരി സെൽവരാജ്, പാരഞ്ജിത്ത്, വെട്രിമാരൻ സാറ്, അങ്ങനെ ഒരുപാട് പേര്. നമ്മൾ വിസാറിനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ 2 ദിവസം നമ്മൾ വിറയ്ക്കും. വിസാറിനെ സിനിമ കണ്ടു കഴിഞ്ഞാൽ 2 ദിവസം നമുക്ക് കൈകാല് വിറയ്ക്കാം. അങ്ങനത്തെ ഒരു അത്ര റോയാണ് ആ പടമൊക്കെ. എന്ന് വെച്ചാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പോലീസുകാരെ പ്രകീർത്തിച്ചിട്ടുള്ള സിനിമ. നമ്മള് ഇവിടുത്തെ സംവിധായകർ അവരെ അമ്പരിപ്പിക്കുന്നുണ്ട്. പണ്ട് ഇടയ്ക്ക് സുബ്രഹ്മണ്യപുരം അങ്ങനത്തെ മറ്റേ ആ സമയത്ത് നമ്മളൊന്നും അമ്പരുന്നായിരുന്നു. പിന്നെ അവരെ അമ്പരിപ്പിക്കാൻ തുടങ്ങി. ഇപ്പൊ അവരമ്പരുന്നോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഭയങ്കര തമിഴും മലയാളം തമ്മിൽ ഞാൻ ഭയങ്കര ഇഷ്ടമുള്ള ലാംഗ്വേജ് എനിക്ക് തമിഴ് ഡയറക്ടേഴ്സും എല്ലാം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അത് നല്ല റിലേഷനുണ്ട് ഇവർക്ക് തമ്മിൽ. ഹെൽത്തി റിലേഷനാണ്. ഇപ്പൊ ഈ കണ്ണൂർ സ്കോട്ടിന് തന്നെ മുന്നേ അസീസ്ക്ക് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതില് ആ ഓൺ ദ സ്പോട്ടിലാണ് ഡയലോഗ് മാറ്റി അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. ഇല്ല അങ്ങനെ എനിക്കത് അറിയില്ല. അസീസിന്റെ ഓർമ്മ കാണുന്നത് എനിക്കല്ല. അങ്ങനെ ഒരു പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ കുറിച്ച് സംസാരിച്ചാണ്. കാരണം എന്ന് വെച്ചാൽ അത് ഓൺ ദി സ്പോട്ടിൽ ഒരു സാധനം പോലും മാറ്റില്ല. അങ്ങനെ എന്താണോ സ്ക്രിപ്റ്റ്, ആ സ്ക്രിപ്റ്റ് എൻ്റെ വീട്ടിൽ ഒന്നും ഇരിക്കുന്നുണ്ട്, പ്രിന്റഡ് ഇരിക്കുന്നുണ്ട്. ഒരു ലൈൻ പോലും നമ്മളൊരു കുത്തു കോമ്പോലും മാറ്റാൻ പറ്റില്ല. CID മൂസ 2ാം ഭാഗം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നത് 1ാം ഭാഗത്തിൽ അഭിനയിച്ച ഒരുപാട് ലെജൻഡറി ആക്ടേഴ്സ് അവരിപ്പോൾ മലയാള സിനിമയിലില്ല, ലോകത്തില്ല പലരും. അവരൊന്നും ഇല്ലാതെ എങ്ങനെ 2ാം ഭാഗം പൂർണ്ണമാവും എന്നുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു, ചർച്ചകൾ വന്നിരുന്നു. അതിനോടുള്ളൊരു പ്രതികരണം 2ാം ഭാഗത്തിന്റെ ചിത്രീകരണത്തിൽ അത് എപ്പോഴും ഒരു തടസ്സമാവുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ നഷ്ടങ്ങൾ എന്നും ഒരിക്കലും ഉണ്ണിയേട്ടൻ, അനീഫ്ക, അമ്പലച്ചേട്ടന് സുഖമില്ലാതായി.
അവർ അങ്ങനെ ഉള്ളതൊന്നും പിന്നെ ഒരു പകരക്കാരില്ല. പക്ഷെ അവരില്ലാതെയും സിനിമ മുന്നോട്ട് പോകണം. ഇപ്പം നാളെ ആരും ഇല്ലെങ്കിലും സിനിമ മുന്നോട്ട് പോകും. മൂസയ്ക്ക് ഇവരുണ്ടായിരുന്നവരാണ്. സ്വാഭാവികമായിട്ട് ഇവരുടെ ആബ്സെൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് മെറ്റീരിയൽ ഉണ്ടാക്കുമ്പോൾ ഇവരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ സീൻ ഉണ്ടാക്കുമായിരുന്നു, അങ്ങനെ ഒരു സീൻ അളിയനും കേട്ട് പോട്ടി വെക്കായിരുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പോയിട്ടുണ്ട്. അത് വലിയ നഷ്ടം തന്നെയാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ മാത്രമല്ല റൈറ്റേഴ്സ് ഞങ്ങളുടെ കൂടുതൽ ആലോചനയിൽ മൂസയും ഡോഗും ഉണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ പുതുതായിട്ട് സൃഷ്ടിക്കപ്പെടണമെന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു സീരിയസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയിലും ഒരു കാസ്റ്റിംഗും തുടർന്നിട്ടില്ല. ജെയിംസ് ബോണ്ട് സീരീസ് ആയാലും മറ്റേ ടെർമിനേറ്റർ ആയാലും അല്ലേ, ഒരു കാസ്റ്റിംഗും തുടർന്നിട്ടില്ല. അത് ഹീറോ മാത്രമേ ഉള്ളൂ. അപ്പം ആ ഹീറോ ഡോഗും ഉണ്ട്, അർജുനും ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും പക്ഷെ നല്ല രസമുള്ള ഒരു പാക്കേജ് ആവണം സീൻ ഓർഡർ. ഒരു നമ്മുടെ ഫസ്റ്റ് ഗംഭീരമായിരുന്നു, സെക്കൻഡ് ഭാഗം കുഴപ്പമില്ല കേട്ടോ, എന്നെങ്കിലും നമ്മൾ കേൾപ്പിക്കണം. അല്ലെങ്കിൽ ഭയങ്കര, കാരണം ഇതുവരെ ഉണ്ടാക്കിയ നമ്മുടെ ആ ഒരു മുഴുവൻ പോവും. അപ്പൊ അതുകൊണ്ട് ഭയമുണ്ട്. പക്ഷേ ദൈവം കറക്റ്റായിട്ട് തന്നാൽ ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രാക്ടിക്കലാക്കും. നമുക്ക് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയിലേക്ക് വരാം. രഞ്ജിത്തിന് ബോറടിക്കുന്നു. രഞ്ജിത്തിന്റെ അടുത്ത് വെക്കാനുള്ളത്, ഇപ്പൊ സിനിമ അനൗൺസ് ചെയ്യുന്നത് മുതൽ ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ പോലും അതിനകത്ത് ഒരു എക്സ്പോഷർ ഉണ്ടാവുന്നുണ്ടല്ലോ. ഇപ്പം അതിന്റെ ത്രൂ ഔട്ട്, ഇപ്പൊ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വരെ ഒരു പക്ഷെ അതിനോട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടെ ആയിരിക്കും നായകൻ എന്നുള്ളതിന്റെ ഉപരി. ഈ ഒരു യാത്ര യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയുടെ തുടക്കം മുതൽ ഇപ്പൊ വരെയുള്ള യാത്രയിൽ എന്ത് ഫീൽ ചെയ്യുന്നു? സോ ഞാൻ പേരൻസ് നിർമ്മാതാവായി ഞാൻ ആ പ്രോസസ്സിന് അത്രയ്ക്ക് ഇടപാടാറില്ല. ഞാനിപ്പം ഫുള്ളി ആക്ടറായിട്ട് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഡെഫിനറ്റ്ലി ഒരു ബേസിക് നോളജ് ഉണ്ട്, പക്ഷെ അതിനെക്കാളും ഞാൻ പോകാറില്ല. കാരണം എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഒരു ആക്ടറാണ്. ഈ ക്യാരക്ടറിനെ ഏറ്റവും ബെസ്റ്റ് അവതരിപ്പിക്കണം, അതാണ് ഞാൻ നോക്കാറ്. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള കേട്ടപ്പം തന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ പടങ്ങളുടെ കാര്യം ഒരു വ്യത്യസ്തത തോന്നി എനിക്ക് ശരിക്കും. എന്താ പറഞ്ഞാൽ അത് കാരണം ഞാൻ ചെയ്യാത്ത ഒരു കാര്യം, അതും പുള്ളിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നാട്ടുപുറത്തെ കാര്യം ഇതുവരെ എന്നെ ആരും എന്നെ കാണാത്ത ഒരു രൂപം പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യം ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ എനിക്കത് തോന്നിയില്ല. എനിക്ക് തോന്നി കാരണം ചിലപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറവുകൊണ്ടായിരിക്കും. ആ സമയത്ത് മൈക്ക് എന്ന് പറഞ്ഞ പടം മാത്രം റിലീസ് ചെയ്തുള്ളൂ. വേണ്ടത് കൽബ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ സമയമാണ്. അപ്പോൾ എനിക്കൊരു റോഡ് മാപ്പ് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് തന്നെ ചെയ്ത് പോയാൽ മതി, എന്നാലേ എനിക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം തിരിച്ചു നോക്കുമ്പോൾ ആ ചിന്താഗതി തെറ്റ് ചിന്താഗതിയാണ്. കാരണം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ ഓഡിയൻസ് സ്വീകരിക്കുന്നതെന്ന്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതൊരു ബോയ് നെക്സ്റ്റ് ഡോർ ആയി ടോണി എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും, എല്ലാ യൂത്ത്, നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് പുള്ളി. അപ്പം അങ്ങനെയും ഒരു പടത്തിൻ്റെ ഒരു ചാർമ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കമ്മിറ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇത് ശരിക്കും ഈ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെ, ഒരു സോഷ്യലി റെലവൻറ്റ് ടോപ്പിക് തന്നെ. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് നല്ല അവസരങ്ങളുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ അത് തേടിയെത്താൻ ശ്രമം നടക്കുന്നില്ല. എല്ലാവർക്കും വിചാരം ഞാൻ പുറത്തു പോയി പഠിക്കാം. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല, എല്ലാവരും ഞാൻ ഒരു PG ആയാലും അണ്ടർഗ്രാഡ് ആയാലും ജോലി ചെയ്യാൻ പോലും പുറത്തു പോയ ജീവിതം സെറ്റാണെന്നൊരു ചിന്താഗതിയുണ്ട്. പക്ഷെ എപ്പോഴും അത് വർക്ക് ചെയ്യണമെന്ന് ഒരു ഉറപ്പില്ല. സോ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് ശരിക്കും പേഴ്സണൽ റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ ശരിക്കും ദുബായിലാണ് പഠിച്ചു വളർന്നത്. കോളേജ് സ്കൂളും അവിടെയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് എൻ്റെ ഒരു പാഷൻ പേഴ്സ്യൂ ചെയ്യാൻ ഒരു ആക്ടറായിട്ട്. അപ്പോൾ എനിക്കിത് ശരിക്കും കണക്ട് ആയി. കാരണം ഈ ടോണി എന്ന് പറഞ്ഞ ക്യാരക്ടർ നേരെ തിരിച്ചാ. പുള്ളിക്ക് നാട്ടിൽ തന്നെ നിൽക്കണം, പുള്ളിക്ക് നാട്ടിൽ തന്നെ നിൽക്കണം, പുറത്ത് പോകണ്ട. പക്ഷെ ഒരുപാട് നിർബന്ധിച്ച ആ സാഹചര്യം അനുസരിച്ച് അവരെയും വിഷമിപ്പിക്കണ്ട. പക്ഷെ എന്തായാലും പുള്ളിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഒതുക്കി പിടിക്കുക, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അതെനിക്ക് ശരിക്കും എവിടെ എനിക്ക് ഒരു കണക്ഷൻ തോന്നി. അതിനോട് ഡെവലപ്പ് ചെയ്ത് എത്തിയപ്പോൾ എനിക്ക് തോന്നി ഇത് ഞാൻ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു പടമാണെന്ന്. അങ്ങനെ ഞാൻ ഇതിലോട്ട് എത്തിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. ഈ ക്യാരക്ടറിനെ പിക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു ഹൈലൈറ്റ് ഫാക്ടർ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പം ഹോമിലെ കഥാപാത്രം ചെറിയൊരു റോൾ ആണെങ്കിൽ പോലും അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത്രയും സൂക്ഷ്മമായിട്ടാണോ കഥാപാത്രം എടുക്കുന്നത്? UK വരുമ്പോൾ ഈ കഥാപാത്രത്തെ ചൂസ് ചെയ്യിപ്പിച്ച ഒരു ഫാക്ടർ എന്തായിരിക്കും? ഞാൻ ഒരു പരിധിവരെ കിട്ടുന്ന പടങ്ങളെല്ലാം ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കലും അങ്ങനെ ഒരാൾ വന്ന് കഥ പറയും, ആരും ഒരാളുടെ സിനിമ മോശമാകാൻ ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ എല്ലാ പടം, ഞാൻ അതിനകത്ത് ആകെ ഉള്ള നോക്കുന്ന വെച്ചാൽ വളരെ മോശത്തരം വല്ലോ ഞാൻ എൻ്റെ ക്യാരക്ടർ ചെയ്യുന്നുണ്ടോ. പിന്നെ നോക്കുന്നത് നമുക്ക് പറ്റാത്ത, ഇപ്പം മോശത്തരം പോലെ തന്നെ പറ്റാത്ത ചില കാര്യങ്ങൾ അതിനകത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ. ഞാനത് കേട്ട് ജസ്റ്റ് ഓർഡർ കേൾക്കും, ഒരു ആധിപത്യം കേട്ട് എൻ്റെ ക്യാരക്ടർ ഒന്ന് കേൾക്കും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഞാൻ വിശ്വസിച്ച് അവർ പറയുന്ന പോലെ അങ്ങ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ.
അപ്പൊ ഇതിനകത്ത് ഈ ക്യാരക്ടർ എനിക്ക് നേരത്തെ അറിയാവുന്ന ക്യാരക്ടറായിരുന്നു. Okay. ഇവര് എന്നോട് ചോദിക്കുകയാണ്, ഈ പ്രൊഡ്യൂസർ ഇപ്പം അലക്സ് അച്ചായൻ എന്ന് പറഞ്ഞ ഇതിലൊരു പാർട്ണറാണ്, അദ്ദേഹമാണ് എന്നോട് ചോദിക്കുന്നത്, സുധീർ സ്മിതിലാണ്. അപ്പൊ എനിക്ക് കഥ നേരത്തെ, അപ്പൊ അദ്ദേഹം എന്നോട് ചോദിക്കുന്നത്, ഈ സിനിമ നമ്മൾ സിനിമയാക്കാം, ആ സബ്ജക്റ്റ് നമുക്ക് സിനിമയാക്കാം, നമ്മൾ അരുൺ വൈക ഡയറക്റ്റ് ചെയ്യാന്നുണ്ട്, ഈ റോയിയുടെ ക്യാരക്ടർ ജോണിക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ആരാ? ടോണി നമ്മുടെ ഇന്ന ആളാണ്, നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കഥാപാത്രമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരുപാട് റോൾ മോഡൽസ് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഇതിലാണ് ചെയ്തത്. പിന്നെ സംഭവിച്ചു. എന്തായാലും എൻ്റെ വൺ ഓഫ് ദി ഒരു നല്ല പെർഫോമൻസിൽ ഒന്നായിരിക്കും ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഷയവും സിനിമയുമാണ്. പിന്നെ നല്ല കോംബോ എല്ലാവരും ഉണ്ടായിരുന്നു. മഞ്ജുപിള്ള ഇതിനകത്ത് എല്ലാവരും ഉണ്ട്. ഇന്ദ്രൻ ചേട്ടൻ ഇതിനകത്ത് ആദ്യമായിട്ടാണ് ഒരു പുരോഹിതനായിട്ട് അഭിനയിക്കുന്നത്. ഭയങ്കര അതൊക്കെ ഉണ്ടല്ലോ, എന്നാ ആക്ടറുകൾ, എന്തൊരു രസമാണ് കാണുന്നത്. ഞാൻ പറഞ്ഞൊരു അതായത് നമുക്ക് തോന്നും ഇങ്ങനൊരു, എനിക്കൊരു സ്ഫടികത്തിലൊക്കെ കരമനച്ചേട്ടൻ ചെയ്തതിന്റെ വേറൊരു ലെവലിൽ ചെയ്തിട്ടുണ്ട്. ഈ നിങ്ങൾ മൂന്നുപേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷനിലും ആൾക്കാർക്ക് ഒരു ഭയങ്കര ഒരു പ്രിയമുണ്ട്. ഇപ്പൊ ഹോമിനകത്ത് വന്ന് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത് അത്രയും ഡീപ്പായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട്. മുന്നേ സംസാരിച്ചപ്പോഴും മഞ്ജു ചേച്ചി പറഞ്ഞിരുന്നു, ഈ മൂന്ന് പേരും കൂടെ വരുന്ന ഒരു കോമ്പിനേഷനിൽ UK ഒക്കെ വരുന്നുണ്ട് എന്ന് 2 തവണ നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നു. അത്രയും എക്സൈറ്റഡ് ആണ്. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങളുടെ ഇടയിലും അത്രയും ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണോ? ഈ ഹോമിലേക്ക് എന്നെ വിളിക്കുന്നത് ലാസ്റ്റ് കാണുന്നത് നമ്മുടെ കൊറോണ സമയത്ത് ലാസ്റ്റ് വിളിച്ചിട്ട് 6 ദിവസത്തെ വർക്ക് ചെയ്തു. അത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആ സിനിമ. അപ്പോൾ ഇന്ദ്രൻ്റെ കൂട്ടുകാരനാണ് ഇങ്ങനെ സംഭവം. ഭാരതി രോഗം ഈ പറഞ്ഞ, പിന്നെ ഭയങ്കര റോജിന് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇപ്പൊ നമ്മുടെ ഉറുമ്പ് പരിപാടിയൊക്കെ ഇല്ലേ ചോദിച്ചിട്ടാ, ഇംപ്രൂവൈസ് ചെയ്യുമ്പോഴൊക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഒരു നല്ല പക്ക സ്ക്രിപ്റ്റ് കയ്യിലുണ്ട്. പിന്നെ നമുക്ക് മേടിച്ചെടുക്കാൻ ഭയങ്കര മിടുക്കനായ ഒരു ഡയറക്ടറായിരുന്നു. അവർക്ക് ഭയങ്കര ഈസിയായിട്ട് ചെയ്തു. ഇന്ന് എനിക്ക് ബന്ധം നന്നായിട്ടുണ്ട്. റോജിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റോജിന് ഒരു കഴിഞ്ഞ പടത്തിൽ എന്നെ വിളിച്ചത്, പക്ഷേ എനിക്ക് ഡേറ്റ് ഇല്ലാതെ പോകാൻ പറ്റിയില്ല. അപ്പം വളരെ ഈസിയായിട്ട് നമുക്ക് അഭിനയിക്കാൻ പറ്റി. 6 ദിവസത്തെ അഭിനയിച്ച് എനിക്കും ആ സിനിമയിൽ ഒരു സ്ഥാനം കിട്ടിയെന്നുള്ളതാണ്. ഞാൻ ഈ പുറത്ത് പോയി അന്ന് OTT ഭയങ്കരമായിട്ട് പടം പോയി. ഈ അന്യ രാജ്യത്തുള്ള ആള് ഹോം വ്യൂ അങ്ങനെ ഇതുണ്ടായിട്ടുണ്ട് എനിക്ക്. ഞാനൊരു പ്രാവശ്യം എമിഗ്രേഷനിലേക്ക് എൻ്റെ സുഹൃത്തുണ്ട് കൂടെ. അപ്പം ഞാനിങ്ങനെ അങ്ങോട്ട് കിടക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ആം സെലിബ്രിറ്റി ഗസ്റ്റ് ആക്ടർ എനി മൂവി. ഞാൻ ഹോം യെസ്. അപ്പൊ ഞാൻ കണ്ടോ അവളി എന്റെ സുഹൃത്താ, എന്റെ വില കണ്ടോ? അതൊക്കെ OTT കാരണം. എന്താ OTT വന്നില്ലായിരുന്നെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല. അതുപോലെ ഒരു പ്രാവശ്യം ഒരു ദുബായ് വെച്ചൊരു ഫിലിപ്പൈൻസ് ലേഡി, അവരുടെ ഹസ്ബൻഡും കൂടെ. അപ്പൊ അവര് ഹസ്ബൻഡിനെ കാണിച്ചു കൊടുക്കുന്നു ആക്ടർ ഇവർ. അപ്പൊ അയാള് മലയാളിയാണ്. അപ്പൊ അയാൾ വന്ന് ചോദിച്ചിട്ട് അതിനോലെ എന്റെ വൈഫ് ഹോമാണ്, അവള് തിരിച്ചറിഞ്ഞു അത് ഹോമാ കേട്ടോ. ഞാൻ പറഞ്ഞത് അതൊക്കെ ഒരു വലിയ ഭാഗ്യം. ഇപ്പൊ ഇത് കാണുന്നവർ ചിലപ്പോൾ തള്ള, സത്യമായിട്ടും തള്ളല്ല കേട്ടോ. UK ഒക്കെ വലിയ വിജയമായിട്ട് തിയേറ്ററുകളിലും ശേഷം OTTയിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് രാജ്യങ്ങളിലും ഒരുപാട് മനുഷ്യരിലും വലിയ മാറ്റം ഉണ്ടാക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.